എല്ലാവരും വലിയൊരു പ്രശ്നമാണ് മുടി നരയ്ക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ മുടിയിൽ നിറം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിലുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. കെമിക്കൽ ഹെയർ ഡൈ ഒക്കെ ചെയ്യാറുണ്ട്. അത് മുടിക്ക് ദോഷം മാത്രമാണ് ഉണ്ടാവാറ്. വെയിലിൽ നിന്ന് തന്നെ മുടി കറക്കുന്നതാണ് നമ്മുടെ മുടിക്ക് എപ്പോഴും നല്ലത്. മുടിയിൽ നര വരുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണങ്ങൾ അമിതമായിട്ടുള്ള ടെൻഷനും അതുപോലെ ജീവിതശൈലിയും പാരമ്പര്യവും പിന്നെ അതുപോലെ ഹോർമോൺ ചേഞ്ചസും കൊണ്ടാണ് മെയിനായിട്ട് നമുക്ക് മുടിയിൽ നര വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് നാച്ചുറലായിട്ട് മുടി കറുപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തേക്കുന്നത് കുറച്ച് ഉലുവയാണ്. അപ്പോൾ ഉലുവ എന്ന് വെച്ചാൽ നന്നായിട്ട് മുടി വളരാനും നന്നായിട്ട് മുടി കറക്കാനും ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് ഉലുവ. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഉലുവ എടുത്തിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ എടുത്തേക്കുന്നത് ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡും മുടിക്ക് നല്ല കട്ടി വരാനും അതുപോലെ നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് വരാനും മുടി നന്നായിട്ട് കറക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫ്ലാക്സ് സീഡ്. അപ്പോൾ അതിനുശേഷം നമ്മൾ സാധനം കൂടി ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ കരിഞ്ജീരകമാണ് കേട്ടോ. കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങൾ പറയണ്ടല്ലോ. നമുക്ക് മുടിയിൽ എണ്ണ കാച്ചുമ്പോൾ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടും നമുക്ക് അതുപോലെ നല്ലൊരു ഹെയർ പാക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കരിഞ്ജീരകം യൂസ് ചെയ്യാം. കരിഞ്ജീരകം തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. കരിഞ്ജീരകം എങ്ങനെ കഴിച്ചാലും നമുക്ക് ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ ഈ ഒരു സംഭവം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ചൂടായിട്ടുള്ള ഒരു ഇരുമ്പ് ചട്ടിയിലിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ കൂട്ടി വെക്കരുത്. എപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് വേണം ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചൂടാക്കിയെടുക്കാൻ. ഫ്ലാക്സ് സീഡ് പെട്ടെന്ന് ഫ്രൈ ആയി പോകുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തീ കുറച്ചിടുക. തീ കുറച്ചിടുമ്പോൾ നന്നായിട്ട് പൊട്ടി നല്ലൊരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഒരു പൗഡർ നിങ്ങൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഹെയറിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ കൂടെ 1-2 പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ആ പൊടി എന്ന് പറയുന്നത് നമ്മുടെ മുടി ഹെയർ ഗ്രോത്ത് വരാനും അതുപോലെ നന്നായിട്ട് മുടി കറക്കാനും ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ പൗഡർ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ആ പൊടിയുടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ തൈരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അലോവേര ജെല്ലിലോ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി. നല്ല രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ചൂടാറിയിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡ് നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം. ഈ ഒരു മിക്സ് ആട്ടോ നമുക്ക് ആവശ്യം. ഇനി നമുക്ക് ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി വെക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് മെയിനായിട്ടുള്ള 2 പൗഡറാണ്. ആദ്യം ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ഞാൻ ഇട്ട് കൊടുത്തത് ത്രിഫല ചൂർണ്ണമാണ് കേട്ടോ. ഈ ത്രിഫല ചൂർണ്ണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ നന്നായിട്ട് വളരാനും അതുപോലെ ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മെയിനായിട്ടും താരം മാറാനും അതുപോലെ ഹെയറിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറാനും ഈ ത്രിഫല ഹെൽപ്പ് ചെയ്യും. ത്രിഫല ചൂർണ്ണം വെച്ചിട്ട് നമ്മൾ ഹെയർ പാക്ക്, ഫേസ് പാക്ക് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ത്രിഫല ചൂർണ്ണവും വെറുതെ തൈരും കൂടി മിക്സ് ചെയ്തിട്ടാണെങ്കിലും നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് നല്ലതാണ്. നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ചേർത്തേക്കുന്ന പൗഡർ എന്ന് പറയുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ത്രിഫല ചൂർണ്ണമാണ് കേട്ടോ ഒഴിച്ചിട്ട് കൊടുത്തേക്കണേ. ഇത് രണ്ടും കൂടി നല്ല രീതിയിൽ ചൂടാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ നല്ല രീതിയിലൊന്ന് കുറുകി വന്നതിന് ശേഷം നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച പൗഡർ ഉണ്ടല്ലോ അത് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ പൗഡറാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഈ പൗഡർ നിങ്ങൾ ഇതുപോലെ പൊടിച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ത്രിഫല ചൂർണ്ണോട് കൂടി മിക്സ് ചെയ്തിട്ട് അലോവേര ജെല്ലിലോ അല്ലെങ്കിൽ തൈരിലോ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഹെയർ പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഹെയർ ഗ്രോത്ത് വരാനും അതുപോലെ നര മാറാനും മെയിനായിട്ട് നമ്മുടെ തലയിൽ നിന്ന് താരനും അലർജിയും അതുപോലെ മുടി ഒഴിച്ചിലൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യും ത്രിഫല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു മിക്സ് ചെയ്യുന്നത് നമ്മുടെ മുടി നര കംപ്ലീറ്റ് ആയിട്ട് മാറാനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ പൗഡർ പൊടിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ഇതുപോലെ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മെയിനായിട്ടുള്ളൊരു സാധനം കറ്റാർവാഴ ജെല്ലാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ടൻ ചായ അങ്ങനെ ഒന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ല് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അലോവേര ജെല്ലിട്ട് അത്ര ഗുണം കിട്ടില്ല. കാരണം അതിനകത്ത് വേറെ കണ്ടൻറ്റൊക്കെ ഉണ്ടാവും. ഇതാകുമ്പോൾ ഫ്രഷ് ആയിട്ട് അലോവേര ജെല്ലാകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നല്ല രീതിയിൽ അരച്ചിട്ട് നമ്മുടെ ജ്യൂസ് കറക്റ്റായിട്ട് എടുത്തിട്ട് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ അരിച്ച് ഒന്ന് പിഴിഞ്ഞ് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഒരു കറക്റ്റായിട്ടുള്ള തിക്കായിട്ടുള്ള ഒരു അലോവേര ജെല്ല് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ അലോവേര ജെല്ല്. ഈ ഒരു മിക്സ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച നമ്മുടെ ആ പാക്ക് ഉണ്ടല്ലോ നമ്മൾ തണുപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അലോവേര ജെല്ലും കൂടി കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ കുറച്ചും കൂടി ലൂസാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള അലോവേര ജെല്ലും കൂടിയും ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ലൂസായിട്ട് നമുക്ക് കിട്ടും. ഇത് നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുടിയിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ കെമിക്കൽ ഹെയർ ഡൈസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുമെങ്കിലും നമുക്ക് മുടി പിന്നീട് കൂടുതൽ നര വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലത്തെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഹെയർ ഡൈസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നര സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റാണ് ഈ ഒരു പാക്ക്. നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് വരാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നരയൊക്കെ വരാൻ തുടങ്ങുന്നവർ ഈ ഒരു പാക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള പാക്സ് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ മുടിക്ക് ചേരുന്നത് ഏതാണോ അത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് ഇതുപോലെ ഒന്ന് 2 മണിക്കൂർ ഞാൻ മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഇതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്കി കുറച്ച് കറ്റാർവാഴ ജെല്ലും കൂടി ഒഴിച്ചു കൊടുത്തൊന്ന് ലൂസാക്കി ഒരു അരമണിക്കൂറിന് ശേഷം നമ്മുടെ മുടിയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ തലമുടിയാണെങ്കിൽ നമ്മൾ എണ്ണയൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയറിലായിട്ട് നമ്മൾ തേച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ തന്നെ നമ്മുടെ മുടിയുടെ കറക്റ്റായിട്ടുള്ള ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. എണ്ണമയം തേച്ചിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പാക്കും ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പം എൻ്റെ തലയിൽ നിന്ന് പറയാനായിട്ട് ചെറുതായിട്ട് നിറകയിലൊക്കെയാണ്, ഫ്രണ്ടിലും 1-2 നരകളാണ് വന്നേക്കുന്നത്. പക്ഷെ ബാക്കിലോട്ടൊന്നുമില്ല, ചെറുതായിട്ട് നരയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയേക്കാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നവർ ഉറപ്പായിട്ടും ഇതുപോലെയുള്ള പാക്കുകൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ കൂടുതൽ നരയടി നമ്മുടെ മുടിയിൽ ഫുള്ളായിട്ട് ഇടാൻ നോക്കുക കേട്ടോ. ആഴ്ചയിൽ 2-3 വട്ടം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. ഈ ത്രിഫല ചൂർണം അതുപോലെ നെല്ലിക്കാപ്പൊടിയും നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ്. ഇത് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ താരൻ്റെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാറാനും ഹെൽപ്പ് ചെയ്യും. ഈ ത്രിഫല ചൂർണം എന്ന് പറയുന്നത് നല്ല ഹെയർ ഗ്രോത്ത് വരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ നരകൾ കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ മാറാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ ഇത് നമുക്കൊരു ഫേസ് പാക്കായിട്ടും ചെയ്യാം ഈ ത്രിഫല വെച്ചിട്ട് കേട്ടോ. സ്കിന്നിനും ഹെയറിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ത്രിഫല വെച്ചിട്ട് നമുക്ക് തൈര് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഗ്ലോയും നല്ലൊരു വൈറ്റനിങ് ഒക്കെ വരും. അതുപോലെ നമ്മുടെ ഈ ഒരു പാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പെട്ടെന്ന് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രിഫല ചൂർണം അതുപോലെ തന്നെ നെല്ലിക്കാപ്പൊടിയും മിക്സ് ചെയ്തിട്ട് നമുക്ക് തൈരിലോ അല്ലെങ്കിൽ അലോവേര ജെല്ലിലോ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഹെയർ ഡൈ ആയിട്ട് പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നരച്ച മുടി കറുപ്പിക്കാനൊക്കെ ഈ ഒരു പാക്ക് നമുക്കിതുപോലെ മറ്റത് മിക്സ് ചെയ്ത് ചൂടാക്കി പൊടിച്ച് വെച്ചതിന് ശേഷം ഇതും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പൗഡർ ഫോമിലെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഇടയ്ക്കെടുത്ത് ഇതുപോലെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അലോവേര ജെല്ലോ തേയില വെള്ളത്തിലോ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ പൗഡർ ഫോമിലാക്കി വെച്ചാൽ ഒരിക്കലും ചീത്തയായി പോവില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ അതുപോലെ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഓയിലോ അതുപോലെ ആവണക്കെണ്ണയോ അങ്ങനെയൊന്നും അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്ന അലോവേര ജെല്ലൊന്നും ഒഴിക്കരുത്. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള സംഭവങ്ങൾ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പം നല്ല രീതിയിലുള്ള ഒരു ഹെയർ പാക്കാണ്. പ്രത്യേകിച്ച് ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്യാം. പിന്നെ ഇതുപോലെ നരകൾ മാറാനും താരം മാറാനും പിന്നെ മുടിയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും.